അത്തപ്പൂക്കളം ഇടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുനലൂർ വരെ പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഓണത്തിന്റെ പ്രതീതി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൗണിലൊക്കെ ഫുള്ള് കച്ചവടക്കാരൊക്കെ നിരന്നിട്ടുണ്ടായിരുന്നേ. 11:30 ആയപ്പോ തന്നെ ദേ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ചന്തയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ദേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ മാവേലി തമ്പുരാൻ പോണത് കണ്ടത്. കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ സൈഡിലേക്ക് വരുമെന്ന് എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു. മാവേലി തമ്പുരാന്റെ കൂടെ എല്ലാവരും ഇതേ സെൽഫിയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കും എടുക്കണ്ടേ, അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അപ്പൊ പോയ മാവേലി തമ്പുരാനെ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ എന്റെ വീഡിയോയിൽ നിർത്തി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവേലി തമ്പുരാന്റെ കൂടെ നിന്നൊരു സെൽഫി ഒക്കെ എടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ മേളിന്ന് വല്ലിച്ചനും വല്യമ്മച്ചിയും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേളിൽ കയറിയപ്പോഴാണ് അവിടുത്തെ അത്തപ്പൂക്കളം കണ്ടത്. അപ്പൊ ഇത് ദേവൂട്ടിയാണ് കേട്ടോ എന്നും അത്തപ്പൂക്കളം ഇടുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി റിസപ്ഷന് പോവാം. അപ്പൊ റിസപ്ഷൻ എത്തി. ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ വാങ്ങി കഴിച്ചത് ഇതൊക്കെ ആയിരുന്നു. എനിക്കിത് എല്ലാം വെജ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.